ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരെ പോയ വഴിക്ക് ഇവരെ പിടിച്ചതിനകത്ത് തന്നെ പ്രതി കണ്ടിട്ടില്ല. പേര് മാറ്റാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരെ പോയ വഴിക്ക് ഇവരെ പിടിച്ചതിനകത്ത് തന്നെ പ്രതി കണ്ടിട്ടില്ല. പേര് മാറ്റാം. ഇന്നലെ നമ്മൾ 4 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നും 18 ഗ്രാം MDMA-യും 10 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും 4070 രൂപയും പിന്നെ 2 വണ്ടി, ഒരു ഓട്ടോറിക്ഷയും ഒരു ഇയോൺ കാറും പിടിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രതിയുണ്ട്, നിഹാൽ. അയാൾ നേരത്തെ എക്സൈസ് കേസിലേക്ക് ഉള്ളതാണ്. നേരത്തെ 43 ഗ്രാം MDMA-യുമായി അയാളെ പിടിച്ചിട്ടുള്ളതാണ്. പല കേസുകളിലായിട്ട് പ്രതിയായിട്ടുള്ളവരാണിത്. ഇന്നത്തെ ആദ്യത്തെ ഒരു പ്രതി അർഷിദാണ്. ഇയാളെ നമ്മൾ 10-ാം തീയതി ഇയാളുടെ വീട്ടിൽ നമുക്കൊരു 0.2 ഗ്രാം MDMA സഹിതം നമ്മൾ പിടിച്ചിട്ടുള്ളതായിരുന്നു. ഒന്ന് ബെയിലബിൾ ഒഫൻസ് ആയിട്ട് അയാളെ ബെയിൽ കൊടുത്ത് വിട്ടതാണ്. പക്ഷേ അയാൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും അയാൾ വാഷ് ബേസിനിൽ ഫ്ലഷ് ചെയ്തത് കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നമ്മൾ ജില്ലയിലെമ്പാടും വ്യാപകമായ സെർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു സർവൈലൻസിലാണ് ഇവരെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. ഇത് സമീപ സമയത്ത് ജില്ലയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു MDMA-യുടെ ഒരു ഡിറ്റക്ഷനാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കുറേ ATM, വേറെ പല ആളുകളുടെ ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള കുറേ പേരുടെ ഇൻഫർമേഷൻ നമുക്കുണ്ട്. അവരെല്ലാം നമ്മുടെ സർവൈലൻസാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ ഒരു ഇൻപുട്ട്. ഇവർ ഇതിനകത്തിപ്പോൾ റാക്കറ്റിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കണം. കാരണം സോഴ്സ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മൾ ഫസ്റ്റ് ലെയറിൽ മാത്രമല്ല നമ്മുടെ സോഴ്സുകളിലേക്ക് കൂടി നമ്മൾ പോകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായ ഒരു സിസ്റ്റം തന്നെ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജില്ലയിലുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അവരിലൂടെ ആ യൂസേഴ്സിൽ നിന്നും അവർക്കാരാണ് കൊടുത്തത് അങ്ങനെ ഹോൾസെയിൽ ഡീലേഴ്സിലേക്ക് പോകുന്നതിനുള്ള ഒരു വലിയ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കും. എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ, അത് ആ പശ്ചാത്തലം ഇവരുടെ ഇത്തരം പ്രവർത്തനത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു മറയാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരത്തെക്കുറിച്ച് അന്വേഷിക്കും. ഇത് കൊണ്ടുവന്നാണ്. ഇത് ഞാൻ അയാളുടെ രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കൊണ്ടുവന്ന് കൊടുത്തു പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ആളുകളെല്ലാം നമ്മുടെ നിരീക്ഷണത്തിലാണ്. സമീപ ദിവസങ്ങൾ അവരെല്ലാം നമ്മൾ കേസുകളിൽ ഓരോരോ കേസുകളിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യും. അതെ, ഇത് കൊണ്ടുവന്ന ആ ഒരു ഇൻഫർമേഷൻ ഇടയിലാണ് നമ്മൾ പിടിച്ചത്. അല്ല, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 18 ഗ്രാം MDMA. ഇറ്റ്സ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 5 ഗ്രാമിൽ കൂടുതലുള്ള കൊമേഴ്സ്യലാണ്. നമുക്ക് അവരുടെ പ്രോപ്പർട്ടി വരെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു 68F പ്രകാരം നമുക്ക് അവരുടെ പ്രോപ്പർട്ടി വരെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ക്വാണ്ടിറ്റി, അളവ് ചെറുതായിട്ട് തോന്നും, പക്ഷേ നിയമത്തിൽ അതൊരു വലിയ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരു കാര്യം കൂടിയുള്ള ഇതിനകത്ത്, ഇയാളെ നമ്മൾ പിടിക്കുന്നതിനിടയിൽ ഇതിലൊരാൾ നമ്മളെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം കൂടി നടത്തിയിരുന്നു. അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത് നിഹാലാണ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ നമുക്ക് 10 കേസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച 10 കേസ് പിടിച്ചിട്ടുണ്ട്. 9 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇതിനും ഉപരിയായിട്ട് 0.38 ഗ്രാം MDMA നമ്മൾ പിടിച്ചിട്ടുണ്ട്. ടോട്ടൽ കണക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. കിട്ടുന്നുണ്ട്, രണ്ടും കിട്ടുന്നുണ്ട്. പക്ഷെ കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഗഞ്ചാവാണ്. സിന്തറ്റിക്കിലേക്ക് നമുക്ക് ഇൻപുട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അത് സമീപ ദിവസങ്ങളിൽ നമ്മൾ അതിലേക്ക് കൂടി പോവുക. നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഡ്രഗ് യൂസേഴ്സിൻ്റെ എറണാകുളം റേഞ്ച് DIG ആണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് അദ്ദേഹമാണ് അങ്ങനെ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ
ഈ പ്രതികളിലേക്കും യൂസേഴ്സിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള നമ്മുടെ ജില്ലയിൽ മാത്രമായിട്ട് ഈ നാർക്കോട്ടിക്സിൻ്റെ ഉപയോഗിക്കുന്നവർ 2465 പേരുണ്ട്. അതിൻ്റെ സിന്തറ്റിക് ഉപയോഗിക്കുന്ന 54. അങ്ങനെ ഓരോരോ ഘട്ടത്തിൽ അവരിൽ നിന്നും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയാണ് നമ്മളിതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ടോപ്പിലെത്തുക, എവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളതിലേക്ക് എത്തുക എന്നുള്ള ശ്രമത്തിലാണ് പോകുന്നത്. ഉപയോഗിക്കുന്നത് 2465 പേര് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കണക്ക് ഫുള്ളല്ല, കുറവില്ല, കൂടുതലേ ആകത്തുള്ളൂ. സിന്തറ്റിക് ഉപയോഗിക്കുന്ന എണ്ണം കുറവാണ്. സിന്തറ്റിക് ഉപയോഗിക്കുന്നത് നമുക്ക് 54 പേരുടെ ഡേറ്റ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തൊടുപുഴ മാത്രം 28 പേരുണ്ട്. അത് നമ്മൾ 27B പ്രകാരം പിടിക്കുന്ന ആളുണ്ടല്ലോ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ നമ്മൾ പിടിച്ച് ബെയിൽ വിടുമല്ലോ ജാമ്യം, അവരിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത്.